ആരും തന്നെ സ്കിപ്പ് ചെയ്ത് പോലെ, കാരണം നമുക്കൊരു അടിപൊളി ഗിവ് അവേ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, കാരണം നമുക്ക് ഗിവ് അവേ വരുന്നത് കൂടുതൽ കമൻ്റ് ഇടുന്നത് ആരാണോ അപ്പോൾ ടോപ്പ് കമൻറ്റർക്കാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ തന്നെ ഞാനൊരു വീഡിയോൻ്റെ ലിങ്ക് എന്തായാലും കൊടുക്കാം. അപ്പോൾ റിലേറ്റഡ് വീഡിയോ ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വീഡിയോയിലാണ് കമൻറ്റ് ഇടേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു വീഡിയോയിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചെറ കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ ഈ ഒരു വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ടോപ്പ് കമൻറ്ററിൽ എന്തായാലും വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ മേളിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ ലൈവായിട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡ്രോയിങ് ബുക്കും അതുപോലെ ഓയിൽ പേസ്റ്റും പിന്നെ സ്കെയില്, പെൻസിൽ, റേസർ അങ്ങനത്തെയൊക്കെ സ്റ്റേഷനറി ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആരും തന്നെ മിസ്സാക്കണ്ട, ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതേപോലെ കമൻറ്റ് കൂടി ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പെയിൻറ്റിംഗ് ആയിട്ടാണ്. ഒട്ടുമിക്ക കുറച്ച് ദിവസമായിട്ട് നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെയിൻറ്റിങ്ങിനാണ് കൂടുതൽ വ്യൂസും കയറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ പെയിൻറ്റിങ് തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് കുറച്ച് ഹെവി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും സംഭവം ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ പ്രത്യേകമായിട്ട് നമ്മുടെ പെൻസിലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു ബ്രഷ് തന്നെ വെച്ചിട്ട് എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണാവോ ഇപ്പോഴും എനിക്ക് പിടി കിട്ടിയിട്ടില്ല സംഭവം എന്താണെന്നുള്ളത്. പക്ഷേ പെയിൻറ്റിങ് അറിയാവുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും ഇത് നല്ല രീതിക്കൊന്ന് ക്ലാരിറ്റി പോലെ കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറയാലോ, പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. സംഭവം നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് ഇത് മിസ്റ്റേക്ക് ഉണ്ട്, അത് ശരിയാക്കിയാൽ കൊള്ളാം, ഇത് മിസ്റ്റേക്ക് ഉണ്ട്, അത് ശരിയാക്കിയാൽ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ടാണ് ആ പെയിൻറ്റിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതലും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ അതെന്തായാലും റെഡിയായിട്ട് വരും. അപ്പോൾ പെയിൻറ്റിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഗൈസ്.